Hi guys, Assalamu alaikum. Welcome back to our channel. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തലശ്ശേരി സൈഡിലൊക്കെ ഇതിനെ കൽത്തപ്പം എന്ന് പറയും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഹവേഴ്സ് നല്ലപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള പച്ചരി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ജീരകമാണെന്ന് ചോദിക്കും. ഈ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കരുത്, നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല. ഫസ്റ്റ് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ല നൈസായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ്, അധികം തിക്കായി പോകാൻ പാടില്ല. ഇനി നമ്മുടെ വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം. വെള്ളം ശർക്കര ഈ സംഭവം ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രൗൺ കളറുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പച്ചരി അരക്കുന്ന സമയത്ത് മനുഷ്യരാണല്ലോ, മറവി ഉണ്ടാവുമല്ലോ, ചോറ് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ചോറ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിയും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ പേസ്റ്റാക്കി അതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറവിയില്ലെങ്കിൽ നേരത്തെ പച്ചരി അരക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളത്തിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ കുറച്ച് ഗീ നമ്മുടെ സോസ് പാനിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായി എണ്ണ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഗീയിൽ തന്നെ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കുക്കിംഗ് ഓയിൽ ആയാലും മതി. പക്ഷേ ഗീയിൽ റോസ്റ്റ് ചെയ്തതിനാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കംപ്ലീറ്റ് ഗീ ഒന്നുമല്ല എടുത്തത്, കുറച്ച് ഗീയും ബാക്കി കുക്കിംഗ് ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതേ ഓയിലിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈഡ് കോക്കനട്ട് അല്ലെങ്കിൽ നമ്മുടെ കൊപ്ര ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം നമ്മുടെ കൽത്തപ്പം ഒന്ന് കടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു കടിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചരിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒഴിക്കും തോറും ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. കാരണം കുറച്ച് ചൂടുള്ള വെള്ളമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കും തോറും നല്ലപോലെ മിക്സാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മധുരം അധികമായി പോകുന്നൊന്നും വിചാരിക്കേണ്ട, കറക്റ്റ് മധുരമൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കൽത്തപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് സോസ് പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നോർമൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈഡ് കോക്കനട്ടും അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കറക്റ്റ്
കറക്റ്റ് പറയുകയാണെങ്കിൽ 25 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും റൂമിൽ പിടിച്ചിട്ടോ, എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൽത്തപ്പം ശരിയായിന്ന് വരില്ല. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായൻ്റെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, കൽത്തപ്പം നമ്മുടെ സോസ് പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ റെസിപ്പി ആയിട്ട് വരും. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.